ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കോവിഡ്-19 സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ കോവിഡ് വാക്സിന്റെ പരീക്ഷണം 3ാം ഘട്ടത്തിലെന്ന് കേന്ദ്രമന്ത്രി ഹർഷ് വർദ്ധൻ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 87.78%. കേരളത്തിൽ ഇന്ന് 9,016 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ഗുജറാത്ത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് ജമ്മുകശ്മീരിലും ലഡാക്കിലും വികസന പ്രവർത്തനങ്ങളിൽ അധികവും നടന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. IPLലെ ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരിന് 7 വിക്കറ്റ് ജയം. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ ഡൽഹിക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ്-19 സാഹചര്യം വിലയിരുത്തി. രാജ്യമെമ്പാടും കോവിഡ് വാക്സിൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യത്ത് 3 കോവിഡ് വാക്സിനുകളുടെ പരീക്ഷണം നന്നായി മുന്നോട്ടു പോകുന്നുവെന്നും ഒരെണ്ണം 3ാം ഘട്ട പരീക്ഷണങ്ങളിലേക്ക് കടന്നതായും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും CSIRന്റെയും തലവന്മാരുമായി നടന്ന ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. വിശദവിവരങ്ങളുമായി കിരൺ ശങ്കർ. ലോകത്ത് 9ഓളം കോവിഡ് വാക്സിനുകൾ അന്തിമഘട്ടത്തോട് അടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ 3 വാക്സിനുകളിൽ ഒരെണ്ണമാണ് 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിലുള്ളത്. മറ്റു 2 2ാം ഘട്ട പരീക്ഷണങ്ങളിലും. ഇന്ത്യ ഉടൻ തന്നെ സ്വന്തമായി കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. കോവിഡിനെതിരെയുള്ള പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല. ശൈത്യകാലവും ഉത്സവകാലവുമായതിനാൽ വരുന്ന 2 മാസങ്ങൾ നമ്മെ സംബന്ധിച്ച് നിർണായകമാണ്. രോഗവ്യാപനം നിയന്ത്രിക്കാൻ കോവിഡ് ചട്ടങ്ങൾ പാലിക്കാൻ ഓരോ പൗരന്മാരും ബാധ്യസ്ഥരാണെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിനെതിരായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ തുടർച്ചയായി ഓരോ നാഴിക കല്ലുകൾ പിന്നിടുകയാണ്. ലോകത്തെ ഏറ്റവും മികച്ച രോഗമുക്തി നിരക്കും ഏറ്റവും കുറഞ്ഞ മരണനിരക്കുമാണ് രാജ്യത്തുള്ളത്. നിലവിലുള്ള രോഗികളുടെ എണ്ണത്തിലും കുറവ് വരുന്നു. പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ കൈക്കൊണ്ടു. PPE കിറ്റുകൾ, മുഖാവരണങ്ങൾ, വെന്റിലേറ്ററുകൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡിന് എതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് സുപ്രധാന നേട്ടം. രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 ലക്ഷത്തിന് താഴെയായി. 1.5 മാസത്തിനുള്ളിൽ ആദ്യമായാണ് രോഗികളുടെ എണ്ണം 8 ലക്ഷത്തിൽ താഴെ എത്തുന്നത്. രോഗമുക്തി നിരക്ക് 87.78% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 70,816 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 57,27,000 കടന്നു. രാജ്യത്തെ മരണനിരക്ക് 1.52% കുറയുകയും ചെയ്തു. കേരളത്തിൽ ഇന്ന് 9,016 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,991 പേർ രോഗമുക്തരായി. 26 പേരുടെ മരണം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം 1,139 ആയി. 96,004 പേരാണ് സംസ്ഥാനത്ത് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 1000-ലേറെ പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചു. 18 പ്രദേശങ്ങളെ ഒഴിവാക്കി. ആകെ 633 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 52,067 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4 കോടിയിലേക്ക് അടുക്കുന്നു. മരണസംഖ്യ 11 ലക്ഷം കടന്നു. 2,96 ലക്ഷം പേരാണ് ഇതുവരെ രോഗമുക്തരായത്. അമേരിക്ക, മെക്സിക്കോ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗവ്യാപനം തുടരുകയാണ്. ആകെ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. രാജ്യത്ത് 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉത്സവാശംസകൾ നേർന്നു. കോവിഡ് മഹാമാരി മൂലം നവരാത്രി ആഘോഷങ്ങൾ വേണ്ടെന്ന് ഗുജറാത്ത് സർക്കാർ തീരുമാനിച്ചു. കോവിഡ് ചട്ടങ്ങൾ പാലിച്ച് ചടങ്ങുകൾ മാത്രം നടത്താനാണ് തീരുമാനം. ലോകപ്രശസ്തമായ ദസറ ആഘോഷങ്ങൾക്ക് കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരുവിൽ തുടക്കമായി. കോവിഡ് മഹാമാരിക്കിടയിലാണ് 10 ദിവസം നീളുന്ന ആഘോഷങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി GCAM 2020 ഉദ്ഘാടന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. തിങ്കളാഴ്ചയാണ് പരിപാടി. കഴിഞ്ഞ 15 വർഷമായി രാജ്യത്തെ ആരോഗ്യ വികസന മേഖലകളിലെ വെല്ലുവിളികൾ പരിഹരിക്കാൻ അന്തർദേശീയ സഹകരണം സാധ്യമാക്കാനായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് GCAM. ഈ മാസം 19 മുതൽ 21 വരെ വെർച്വലായി നടക്കുന്ന സമ്മേളനത്തിൽ ലോക നേതാക്കളും ശാസ്ത്രജ്ഞരും ഗവേഷകരും പങ്കുചേരും. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. ഇരു സംസ്ഥാനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എല്ലാവിധ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. വെള്ളപ്പൊക്കം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. മഹാരാഷ്ട്രയിൽ അടിക്കടിയുണ്ടാകുന്ന വെള്ളപ്പൊക്ക പ്രശ്നത്തിന് പരിഹാരം കാണാൻ സംസ്ഥാന ജലവിതരണ ശൃംഖലയ്ക്ക് രൂപം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. വരൾച്ചാ ബാധിത പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന തരത്തിൽ ശൃംഖല രൂപീകരിച്ചാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാനാകും. മറ്റു മേഖലകളിലെ കാർഷിക അഭിവൃദ്ധിക്കും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി ശ്രീ ഗഡ്കരി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് മഹാരാജ അഗ്രസേന ജയന്തി ആശംസകൾ നേർന്നു. സാമൂഹ്യ ഐക്യത്തിനായി നിലകൊണ്ട അഗ്രസേന യഥാർത്ഥ കർമ്മയോഗിയായിരുന്നുവെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. അനുച്ഛേദം 370 റദ്ദാക്കിയതിനെ ചോദ്യം ചെയ്ത കോൺഗ്രസ് നിലപാടിനെ അദ്ദേഹം വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ആ തീരുമാനത്തെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വാഗതം ചെയ്തതായും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയം. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ 7 വിക്കറ്റിനാണ് ബാംഗ്ലൂർ വിജയിച്ചത്. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ ഊർജിതമായി. NDA സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് BJPയും JDU നേതാക്കളും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. BJP നേതാവ് ഭൂപേന്ദ്ര യാദവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും വിവിധ പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചു. RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള മഹാസഖ്യം നേതാക്കളും ബീഹാറിൽ വിവിധയിടങ്ങളിൽ നടന്ന റാലികളെ അഭിസംബോധന ചെയ്തു. 243 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ മാസം 28 മുതൽ 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. നവംബർ 10 ഫലം പ്രഖ്യാപിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ജനതാദൾ നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന്റെ സംയുക്ത പ്രകടന പത്രിക പുറത്തിറക്കി. ബദ്ലാവ് കാ സങ്കൽപ് എന്നു പേരിട്ട പ്രകടന പത്രിക AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയുടെയും മഹാസഖ്യത്തിലെ മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് പുറത്തിറക്കിയത്. 10 ലക്ഷം പേർക്ക് തൊഴിൽ, കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങളുടെ റദ്ദാക്കൽ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖാരിഫ് കാലത്ത് ഇതുവരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 6 ലക്ഷത്തിലധികം കർഷകരിൽ നിന്നായി 69 ടൺ നെല്ല് സംഭരിച്ചെന്ന് കേന്ദ്ര സർക്കാർ. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ നിന്നാണ് FCIക്കൊപ്പം മറ്റ് സർക്കാർ ഏജൻസികളും നെല്ല് സംഭരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ COVID-19 സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ കോവിഡ് വാക്സിന്റെ പരീക്ഷണം 3ാം ഘട്ടത്തിലെന്ന് കേന്ദ്രമന്ത്രി ഹർഷ് വർദ്ധൻ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 87.78%. കേരളത്തിൽ ഇന്ന് 9016 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ഗുജറാത്ത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് ജമ്മുകശ്മീരിലും ലഡാക്കിലും വികസന പ്രവർത്തനങ്ങളിൽ അധികവും നടന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. IPLലെ ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരിന് 7 വിക്കറ്റ് ജയം. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ ഡൽഹിക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9-ന്.